അവരവിടെ മേഡം വിളിക്കേ. സാറേ സാറേ SP മാഡം പുറത്ത് വന്നിട്ടുണ്ട്. സാറിനെ വിളിക്കുന്നുണ്ട്. SP പുറത്ത്. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ജോബേ പിന്നെ ഫ്രഷ് ആക്കി എടുത്തേ. സാറേ ഞാൻ ഡ്രസ് മാറിയിട്ട് എണീക്കടാ പോ. യെസ് മാം. ജയരാജ്, ഇന്നലെ ഞാൻ മലയാളത്തിലല്ലേ അടുത്ത വിളി വരും മുമ്പ് ആ ജയേഷിനെ വിട്ടയക്കാൻ പറഞ്ഞത്? ആൻഡ് വൈ ആർ യു സ്റ്റിൽ ഈറ്റിംഗ് ഹിസ് സാറ്റ്? ഇന്നലെ MLA ആണ് വിളിച്ചതെങ്കിലേ ഇന്ന് രാവിലെ മന്ത്രിയുടെ PS ആണ് IG കോൺടാക്ട് ചെയ്തത്. മാഡം ഇന്നലെ രാത്രി ആയതുകൊണ്ട് അവന് വിടായിരുന്നു. ഇപ്പൊ ഏതാണ്ട് അവൻ കൺഫ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മാഡം. ജയരാജ്, യു ആർ മൈൽസ് അവേ. അവൻ സമ്മതിച്ചോ അവനാണ് ഈ കൊലപാതകം ചെയ്തതെന്ന്? അതല്ല, ഇന്നലെ ചോദിച്ചപ്പോൾ ആ വഴിക്ക് പോയിട്ടില്ലെന്നാ പറഞ്ഞത്. പക്ഷെ ഇന്നിപ്പോൾ അവൻ ആ വഴിക്ക് പോയിട്ടെന്ന് സമ്മതിക്കേണ്ട മാഡം. അവൻ ആ വഴിക്ക് പോയെന്ന് ഇതാണോടോ ഇത്ര വലിയ കൺഫെഷൻ? ഞാൻ കാണട്ടെ അവനെ. മാഡം. ജയേഷ് ലേടാ. അതെ മാഡം. നിന്നെ ഒന്ന് പോലീസ് പിടിച്ചപ്പോ MLA വിളിക്കുന്നു, മിനിസ്റ്റർ വിളിക്കുന്നു. വലിയ കൊമ്പത്താണല്ലോടാ നിന്റെ പിടിപാട്. എനിക്കൊരു പിടിപാടില്ല മാഡം. അളിയനൊരു പാർട്ടി പ്രവർത്തകനാണ്. എന്നെ കാണാതായപ്പോൾ ആരെങ്കിലും കൊണ്ട് ചിലപ്പോൾ വിളിപ്പിച്ചതാകും. നീ എന്താ പോലീസിനെ വട്ട് വിളിപ്പിക്കാണോ? ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, വേഷം കെട്ടെടുത്താ ചവിട്ടി കൂട്ടി ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് നീ മറുപടി പറയണം. ആ പറയാം മാഡം. മർഡർ നടന്ന ദിവസം നീ ആ വഴി പോയില്ലെന്ന് ഇന്നലെ വരെ നീ എന്തിനാ കള്ളം പറഞ്ഞ? പക്ഷെ ഇന്നിപ്പോൾ നീ പറയുന്നു ആ വഴി പോയിരുന്നെന്ന്. ഞാൻ പറയാം മാഡം. ഇന്നലെ എന്നെ എയർപോർട്ടിൽ നിന്ന് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നത് മുതൽ ഞാനാണ് ഈ കൊലപാതകം ചെയ്തതെന്ന പോലെയാണ് എന്നോട് ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എയർപോർട്ടിൽ വന്നിറങ്ങി വീട്ടിൽ പോകാനിരുന്ന് നിരപരാധിയായിട്ടുള്ള എന്നെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തി ഈ കൊലപാതകം എൻ്റെ തലയിൽ കെട്ടിവയ്ക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞാൻ ആ വഴി അന്ന് പോയത് സമ്മതിക്കാതിരുന്നത്. ജയേഷേ, നീ ചെയ്യാത്ത കേസൊന്നും ഇവിടെ ആരും നിന്റെ തലയിൽ കെട്ടിവെക്കാൻ പോകുന്നില്ല. മാഡത്തിന് എനിക്ക് വിശ്വാസമാണ്. ഓ, ഇപ്പം ആദ്യമായി കണ്ട എന്നെ നിനക്ക് അത്രയ്ക്ക് വിശ്വാസമായോ? അതല്ല, ഞാൻ മാഡത്തിനെ പറ്റി പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഓ ശരി, നിനക്കേ എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായ സ്ഥിതിക്ക് നീ ബാക്കി കാര്യങ്ങളൂടെ അങ്ങ് പറയ്. എന്ത് കാര്യങ്ങളാണ് മാഡം? അല്ല, അന്ന് നീ ആ വഴി പോയിട്ട് എന്താ സംഭവിച്ചത്? പോകുന്ന വഴിക്ക് നീ ആ വീട്ടിലേക്ക് ശ്രദ്ധിച്ചില്ലേ? ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചു മാഡം. എന്നിട്ട് മാഡം, ഞാൻ കണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് വേറൊരാൾക്ക് അതുകൊണ്ട് ദോഷമുണ്ടാകരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുവരെ പറയാതിരുന്നത്. ഇപ്പോൾ അത് എനിക്ക് തന്നെ കുരിശായി മാറി. നീ പറഞ്ഞോ, നിനക്ക് കുഴപ്പമൊന്നും വരില്ല. ഞാനന്ന് ആ വഴി പോകുമ്പോൾ സുമയുടെ വീട്ടിൻ്റെ മുൻപിൽ ഒരു കറുത്ത ബൈക്ക് ഇരിപ്പുണ്ടായിരുന്നു മാഡം. വാതിലാണെങ്കിൽ അടഞ്ഞും കിടക്കായിരുന്നു. എന്നിട്ട് അത് ആരുടെ ബൈക്കാണെന്നോ ആരാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെന്നോ കൃത്യമായിട്ട് അറിയാതെ നമ്മൾ ആരുടെങ്കിലും പേര് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നാൾ ഇത് ആരോടും പറയാതിരുന്നത്. നീ ഇത് ആരുടെ കാര്യോടെ പറഞ്ഞു വരുന്നേ? അതിപ്പോൾ എനിക്കിങ്ങനെ അറിയണം മാഡം. നേരത്തെ ഒരു പത്രക്കാരൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെന്ന് സാറ് പറഞ്ഞിരുന്നു. ഞാൻ അയാളെ കണ്ടിട്ടില്ല. പക്ഷെ ആൾ തന്നെ അത് സംബന്ധിച്ച നിലയ്ക്ക് അയാൾ തന്നെയായിരിക്കില്ല മാഡം അത് ചെയ്തിട്ടുള്ളത്. ആരുടെ കാര്യോടോ ഇവൻ ഈ പറയുന്നേ? പത്രക്കാരൻ സുരേന്ദ്രൻ്റെ. അവനാണോടാ ഇത് ചെയ്തത്? എനിക്കറിയൂടെ അത് ആരാന്ന്. നിങ്ങൾ തന്നെ അയാളെ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്യേ. ആരെ ചോദ്യം ചെയ്യണം ചെയ്യണ്ടെന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കാനോ? പത്രക്കാരൻ സുരേന്ദ്രന് ബൈക്കും ഇല്ല, അവന് ബൈക്ക് ഓടിക്കാനും അറിഞ്ഞൂടാ. ആവശ്യമില്ലാതെ പോലീസുകാരെ പൊട്ടം കളിപ്പിക്കുന്നോടാ.